ഹലോ, എല്ലാവർക്കും ആയിഷാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. പോണത് നമ്മുടെ തിരുവനന്തപുരത്തേക്കാണ്. അതായത് നമ്മൾ കോതമംഗലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് പോണത്. അപ്പോൾ ഈ കുഞ്ഞാവേനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം യാത്ര പോണത്. നമ്മൾ മൂന്നാറിനൊക്കെ നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ അത് ഇവിടുന്ന് ഒരു 80 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 220 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത്രയും ദൂരം ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞു വാവനെ കൊണ്ട് പോണത്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾക്ക് ആർക്കും ഇതുവരെ ഒരു വൊമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും. ഇപ്പം ഞാൻ ഈ 4 മക്കളെയും കൊണ്ടും ഒരു 3 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് എല്ലായിടത്തോടെയും പോകാറുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് 3 മാസം ആകുമ്പോൾ തൊട്ട് നമ്മൾ എല്ലായിടത്തോടെയും പോകാറുണ്ട്. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഇങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ പോകാണ്ടിരിക്കാനും പറ്റില്ല, കാരണം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സിൻ്റെ കാര്യത്തിനും കൂടി വേണ്ടി പോണതാണ്. അപ്പോൾ ഇതങ്ങനെ എപ്പോഴും അങ്ങനെ ഒഴിവായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും പോയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കൂടെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കയറി കാണാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് സൂവിൽ പോണതും അതുപോലെ പ്ലാനറ്റേറിയം, അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഐക്കാർഡായിട്ടും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഉച്ചയ്ക്ക് തിരുവല്ലയിലുള്ള ടീന റെസ്റ്റോറൻറ്റ്, ഞാൻ പറയുന്നത് എൻ്റെ പേരിലുള്ള റെസ്റ്റോറൻറ്റ് തന്നെ, അവിടെ കയറാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കയറിയാണ് കേട്ടോ കഴിക്കുന്നത്. മിക്കവാറും ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാറുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഫുഡാണ്, വലിയ പ്രശ്നമില്ല. ബിരിയാണിയും സാദാ ചോറും, കുട്ടികൾക്ക് ബിരിയാണി മേടിച്ചു കൊടുത്ത് ഞങ്ങൾ സാദാ റൈസ് ചോറും കണ്ടോ കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറേ നേരം സംസാരിക്കാനും ഒക്കെ സമയം കിട്ടും കേട്ടോ. അത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ഫുൾ ബിസിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷേ യാത്ര പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറേ നേരം സംസാരിക്കാനുള്ളൊരു സമയവും കൂടെ കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഒരു സൈറ്റിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ, കാരണം അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ലാസ്റ്റ് ഇതിൻ്റെ ഫുൾ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. വീഡിയോ ഒരു ദിവസം ഇടാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകും കേട്ടോ. അപ്പോഴത്തേനും എന്താ പറയുക, രാത്രി ആവാറായി. പിന്നെ കുറച്ച് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. വൈകിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല, കാരണം അവിടെ എത്തിയത്തേനും പെട്ടെന്ന് അവിടെ എത്താനുള്ള ഒരു ധൃതിയുടെ പുറത്ത് അവിടെ എത്തിയിട്ട് പിന്നെ ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചായയുടെ സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനോട് ഇവിടെ അടുത്ത് ഒരു ഗ്രിൽ ഹൗസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ വർക്കലയിലാണ് കേട്ടോ. അവിടെയാണ് കയറിയത്. പക്ഷേ എനിക്ക് പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുള്ള, ഗ്രില്ല് ബാക്കി എന്തോ ഉണ്ട്, ഞാൻ മറന്നുപോയി. അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച്, ഫുഡെന്ന് വെച്ചാൽ ഷവർമ കേട്ടോ കഴിച്ചത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മക്കൾക്ക് ട്രെയിൻ എപ്പോഴും ഒരു വീക്ക്നെസ് ആയിട്ടാണ്. നമ്മളിവിടുന്ന് എപ്പോഴും അങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെയൊന്നും പോകണമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെയല്ലേ ട്രെയിനിലൊക്കെ കയറണുള്ളൂ. അപ്പോൾ അതാണ് ട്രെയിനൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ തിരുവനന്തപുരംകാർക്കോ അല്ലെങ്കിൽ കൊല്ലം ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെയുള്ളവർക്ക് ഈ ട്രെയിനൊന്നും പറഞ്ഞ ഒരു സംഭവമല്ല. കാരണം അവർക്ക് സ്ഥിരം ബസ്സിൽ പോകുമ്പോൾ തന്നെയാണ് അവർ ട്രെയിനിലൊക്കെ പോകുന്നത്. നമുക്കിത് കാണുമ്പോൾ നമ്മളങ്ങനെ അധികം പോകാത്ത അറിഞ്ഞുകൊണ്ടായിരിക്കും നമുക്കൊരു ഭയങ്കര ഒരു ഇപ്പോഴും ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയാണ് ഇത് കാണുമ്പോൾ. ഈ ട്രെയിനിൽ ഞങ്ങൾ തിരുവനന്തപുരത്തിന് വന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഞങ്ങൾ മാത്രമായിട്ട്, അതായത് എൻ്റെ ഇത്തായും കുട്ടികളും ഒക്കെ കൂടി ഞങ്ങൾ ട്രെയിനിൽ വന്ന് അങ്ങനെ തിരുവനന്തപുരം സൂവിലും അതുപോലെ അന്ന് ലുലു തുടങ്ങിയ സമയത്താണ്, ലുലുവിലൊക്കെ വന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇത് അപ്പോഴത്തേനും ഒരുപാട് രാത്രിയായിട്ടോ. അപ്പോൾ നമ്മൾ ഒരു തട്ടുകട എന്ന് പറയുമ്പോൾ ചെറിയൊരു കടയാണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയും ചേട്ടനും കൂടി ഇച്ചിരി പ്രായമുള്ളൊരു ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർ എന്താ പറയുക, ഈ ഈ ദോശയും ചട്നിയും അതുപോലെ ഓംലേറ്റും ഒക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. അത് അപ്പം ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കഴിക്കാം. നല്ല ഫുഡാണ്, പക്ഷേ വലിയ വിലയുമില്ല. അവർ തന്നത് തന്നെ വളരെ സ്നേഹത്തോടു കൂടി തരുകയും ചെയ്യണം. ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോന്നിട്ട്.
അപ്പോൾ ഇതാ നമ്മളിന്ന് താമസിക്കുന്നത് വർക്കല ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. അതായത് പണ്ടത്തെ ഒരു രാജകൊട്ടാരം അങ്ങനെയാണല്ലോ, കൊട്ടാരങ്ങളൊക്കെയാണല്ലോ ഈ ഗസ്റ്റ് ഹൗസൊക്കെ ആക്കിയിട്ട് പിന്നീട് മാറ്റണത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ഫുള്ള് ഈ സ്ഥലം നമുക്ക് തന്നേക്കാം കേട്ടോ. അതായത് 2-3 മുറിയും പിന്നെ ഹോള് പോലെയും എന്താ പറയുക, ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിള്ളേർക്ക് ഇഷ്ടം പോലെ ഓടിക്കളിക്കാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് നല്ലൊരു നല്ല ഭംഗിയാട്ടോ അവിടുത്തെ ആ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മളവിടെ ചെന്ന് പിറ്റെന്താ പറയുക, അന്ന് കുട്ടികൾ കുറേ നേരം ഈ നടുമുറ്റമായിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ അവിടെയൊക്കെ ഓടിക്കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയപ്പോൾ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുകയും ഒക്കെ ചെയ്യണത്. എന്തായാലും ഈ ഗസ്റ്റ് ഹൗസ് നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല വർത്താണ്. കാരണം അവിടെ അല്ലാട്ട് നമ്മൾ മറ്റുള്ള ഹോട്ടൽസോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, എന്നാൽ നല്ലതാണ്. എന്താണെന്നോ ആൾക്കാർ അധികം യൂസ് ചെയ്യണ കാണാറില്ല. ഇത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ കുഞ്ഞാവ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അവൾ കുറച്ച് ലേറ്റായിട്ട് കേട്ടോ രാവിലെ എണീക്കാറുള്ളൂ. അതുതന്നെ എനിക്ക് വീട്ടിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. കാരണം കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കുഞ്ഞാവ എണീക്കുകയൊക്കെ ചെയ്യുന്നത്. രാവിലെ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരി ഒന്ന് എണീറ്റ് പാലൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ കിടന്നുറങ്ങും. അപ്പോൾ അതിനൊരു വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് വളരെ ഒരു ആശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സമയത്ത് അവൾ ഉറങ്ങണത് തന്നെ നമുക്ക് നല്ലത്. പിന്നെ ഇത് ഈ ഒരു റൂമൊക്കെ കണ്ടോ, മച്ചൊക്കെ ഉണ്ട്, മുകളിൽ മച്ചൊക്കെയുള്ള ആ പഴയകാലത്ത് ഇപ്പം ഇങ്ങനത്തെ വീടൊന്നും കാണാൻ പോലും ഇല്ലല്ലോ. എല്ലാം വാർക്ക വീടൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഒരു അതിശയം തന്നെയാണ് കേട്ടോ ഇതൊക്കെ. കാരണം ഇപ്പോഴത്തെ വീടുകളിലൊന്നും ഇതൊന്നും കാണില്ലല്ലോ കുട്ടികൾ ഇതൊന്നും. ഇത് കണ്ടോ ഈ ഇവിടുത്തെ ഹാങ്ങറൊക്കെ, ഡ്രസ്സ് ഹാങ് ചെയ്തിടാനുള്ളതൊക്കെ വേറൊരു മോഡലൊക്കെ അല്ലേ. അങ്ങനെ കുറച്ചൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലുള്ളത് ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതെ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. നടുമുറ്റമൊക്കെ ആയിട്ട് ആ ഒരു വെട്ടവും ഒക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കാനും ഒക്കെ ആണെങ്കിലും. പിന്നെ ഇതാ ചായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാലിച്ചായ കുടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഒരു വലിയ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഊഞ്ഞാലൊക്കെ കയറി ഒന്ന് ആടുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് പയ്യെ ഇതൊക്കെ കണ്ടൊന്ന് തിരിച്ചു വരാം. എന്നിട്ട് പിന്നെ പോയി വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഒന്ന് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന കരുതിയാണ്.
ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെയാണ്. അതുപോലെ ഇവിടെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേറെ അതായത് ഈ ഒരു ബിൽഡിങ്ങൊക്കെ പുതിയ ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു. കാരണം ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ വേറൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അവിടത്തേക്കൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും അതുപോലെ സാമ്പാറും ഉണ്ട് കേട്ടോ. പിന്നെ ചായയും ഒക്കെ ഇവിടുന്ന് തന്നെ കുടിച്ചു. നമ്മൾ ചായ ഓൾറെഡി നമ്മളൊരു കാൽ ചായയൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ ഇവിടുന്ന് വീണ്ടും ചായ കുടിച്ചായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് രാവിലത്തെ ആ ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ലുക്കൊക്കെ കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും. പിന്നെ ഇതിൻ്റെ ആ ഒരു വിൻഡോസും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വെച്ചാൽ ഈ പഴയ രീതിയിലുള്ളതൊക്കെയാണല്ലോ. അതായത് മരം കൊണ്ടുള്ള പണികളൊക്കെ ഉണ്ടല്ലോ, മരത്തിൻ്റെതായ ഓരോരോ പണികളൊക്കെ ചെയ്തേക്കണത് ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ. അതുപോലെ എല്ലാ സ്ഥലത്തോടെയും വാതിലാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ തന്നെ എത്ര വാതിലുകളാണെന്നറിയാമോ? പണ്ടൊക്കെ അങ്ങനെയുള്ളൂ, ഒരുപാട് വാതിലുകളൊക്കെ ഉണ്ടല്ലോ ഒരു വീടിനാകുമ്പോൾ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ടിലും ബാക്കിലും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക 2 മൊത്തം നിലയൊക്കെ ഉള്ള, എന്നാലും വാതിലുകളൊക്കെ കുറവാണ് പണ്ടത്തെ. പക്ഷേ പിന്നെ ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതുണ്ടോ ഈ ഒരു ജനലൊക്കെ കണ്ടോ, വേറൊരു ടൈപ്പാണ്. ഇങ്ങനെ നമുക്ക് നോക്കാവുന്ന രീതിയിലും ഒക്കെ ആയിട്ടുള്ള. ഇങ്ങനെയൊന്നും നമ്മുടെ ഇവിടെയൊന്നും ഇപ്പം അങ്ങനെ കാണാറില്ല. എന്താണോ വർക്ക് ചെയ്യണില്ല എന്നോട് കുറച്ചൊക്കെ അങ്ങോട്ട് കിടക്കാവണുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജനൽ മൊത്തം തുറക്കുകയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അറിയാനും ഒക്കെ പറ്റും. ഇപ്പം പിന്നെ ഗ്ലാസ് അല്ലേ, ഇത് കണ്ടില്ലേ, തടി കൊണ്ടുള്ള പണികളൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനും ഒക്കെ ആണെങ്കിൽ ആ പണ്ട് കാലത്തുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ചിലായിട്ട് പോവുകയാണ് കേട്ടോ. ഈ പോണ വഴിക്ക് ഞാൻ നേരത്തെ അതായത് ഈ ഒരു വർക്കലയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് 2-3 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഈ വർക്കല തന്നെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനില്ല. അപ്പം നമ്മൾ പോകുമ്പോൾ എപ്പോഴും പറ്റിയൊന്നും എല്ലാം ഒന്നും കാണലൊന്നും നടക്കില്ല. കുറച്ചൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് പോരുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ് ആവശ്യാർത്ഥം കൂടിയായിരിക്കും പോണത്. അപ്പോൾ എല്ലാം കണ്ട് കേട്ട് അങ്ങനെ വരലൊന്നും നടക്കില്ല. ഈ പോണ വഴിക്ക് അപ്പുറം കടലും ഇപ്പുറം കായലുമാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ല രസമാണ് ഇതിൽ കൂടെയൊക്കെ യാത്രയൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ കാപ്പിൽ ആ ഒരു ബീച്ച് ഉണ്ടല്ലോ, അങ്ങോട്ട് ആട്ടോ പോകണം. ഞാൻ കാപ്പിൽ ബീച്ചിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. പണ്ട് ഏതോ ഫിലിം സ്റ്റാർസ്, അതായത് ഹിന്ദി സിനിമയൊക്കെ എടുക്കാനൊക്കെ ഈ കാപ്പിൽ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് പത്രത്തിലൊക്കെ ആ ടൈമിലൊക്കെ വാർത്തയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് നല്ലൊരു ബീച്ചാണ് കേട്ടോ അത്. നല്ല രസമുള്ളൊരു ബീച്ചാണ്. അധികം വൃത്തികേടൊന്നും ഇല്ലാണ്ട് നല്ല രസമായിട്ട് കുണ്ടായി കിടക്കുന്ന ഒരു ബീച്ച്. അതായത് ബീച്ചിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതും നല്ല പോലെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ.
കുഞ്ഞാവേനെ ഞാൻ ഈ കങ്കാരു ബാഗിലിട്ടിട്ട് അവളെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഭയങ്കര കാറ്റ്, പിന്നെ നല്ല വെയിലും. വന്ന സമയം തീരെ ശരിയായില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്താണെങ്കിലും അവളെ ഇങ്ങനെ ഇപ്പം ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ശരിക്കും പൊതിഞ്ഞിങ്ങനെ ഇരുത്തുകൊണ്ടോ ചെയ്തത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായിപ്പോൾ ഇച്ചിരി വെയിൽ കൂടുതലടിച്ചാലേ അവൾ കുഞ്ഞല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ, ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് നമ്മളെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇട്ടേക്കണേൻ്റെ അവിടെയായിട്ടൊക്കെ ശരിക്കും വേറെ കളറ്, നമ്മുടെ കൈ വേറെ കളറ് അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. രാവിലെ തന്നെ വരേണ്ടതായിരുന്നു. അപ്പം പിന്നെ കുഞ്ഞിനെ നേരെ ഇങ്ങനെ പുതപ്പിച്ചിരുത്തിയതുകൊണ്ട് അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമുക്കാണെങ്കിലും ഇങ്ങനെ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വർക്കലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ടൈമിലൊക്കെ ഈ ഒരു റിസോർട്ടിലായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും അവരുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ബീച്ചിലോട്ട് വന്നത് കേട്ടോ. പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ ഈ ബീച്ചിലോട്ട് വരാൻ വേറെ വഴിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിലിട്ട് പിന്നെ പോകണം കേട്ടോ. കാരണം അപ്പടി മണ്ണൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇതിനകത്തൊന്നും ഇറങ്ങിയില്ല, കടലിലോട്ടൊന്നും നമ്മൾ ഇറങ്ങിയില്ല. പക്ഷേ കുട്ടികളും ഇക്കായും ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ അവരവിടെ നിന്ന് കുളിച്ചിട്ടാണ് പിന്നെ കയറി പോകുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. മറ്റേ ഈ സീ ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ്. സാധനം ഈ വർക്കലയിൽ ഫുഡ് നമ്മളങ്ങനെ കണ്ടുപിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും, ആ ഒരു ടൈപ്പായിരുന്നു. ഞങ്ങൾ ആ റിസോർട്ടിലാന്ന് പറഞ്ഞില്ലേ, ആ ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അവിടെ അന്ന് ചെറിയ റിസോർട്ടായിട്ട് തുടങ്ങിയ സമയത്തൊക്കെയാണ് ഞങ്ങൾ വന്നേക്കണൊക്കെ. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ വലിയ റിസോർട്ടായി. പിന്നെന്താണ്, ഇതേ പന്ന വഴിക്ക് മേടിച്ചാണ് പാൽക്കോവ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു വീട്ടിലേക്ക് തന്നെ വന്നു. ഇനി നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നടുമുറ്റം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന് ചുറ്റിനും വരാന്തയാണ് കേട്ടോ. ഈ പണ്ട് കാലത്തുള്ള വീടുകൾക്കൊക്കെ കൂടുതലും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചുറ്റിനും വരാന്തയാണ്, മച്ചൊക്കെ വച്ച് അതുപോലെ വലിയ വലിയ തൂണുകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇത് കൂടെയൊക്കെ നടക്കാനും ഒക്കെ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡ് വരെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരാം. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തെങ്കിലും ഇത് പിന്നീട് ശ്രദ്ധിച്ചപ്പോഴെനിക്ക് എനിക്ക് മനസ്സിലായത് ഇതിനകത്തൊരു ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടെന്നുള്ള കാര്യം. അതെന്താ അങ്ങനെ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനി സത്യത്തിൽ നമുക്ക് ഈ എന്താ പറയുക, വെയിൽ കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിനൊരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ മൊബൈലിനും അങ്ങനെ പ്രശ്നം ഉണ്ടായോ എന്ന ഡൗട്ട്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടുന്ന് വീട്ടിലോട്ട് പോവുകയാണ്.
നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് കൊല്ലം നീണ്ടകര ഹാർബർ ഉണ്ടല്ലോ, അവിടെ കയറി കുറച്ച് മീനൊക്കെ മേടിച്ചു. ഈ ഹാർബറിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം വില കുറച്ച് തന്നെ മീനൊക്കെ കിട്ടും കേട്ടോ. നല്ല ആവോലിയും നല്ല നല്ല മീനുകളൊക്കെ കിട്ടും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഈ ഹാർബറിൻ്റെ തന്നെ തൊട്ട് പുറത്ത് തന്നെ വെച്ചാൽ പോലും അവിടെ റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി മേടിക്കും പോലെയല്ല, ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല റേറ്റ് കുറച്ച് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇച്ചിരി മീനൊക്കെ മേടിച്ച് വീട്ടിലിട്ട് പോവുക കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല മീനുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ നിന്ന് മേടിച്ച കദളിപ്പഴമാണ്. തിരുവനന്തപുരത്താണ് കൂടുതലും ഈ ഒരു റെഡ് കളറുള്ള പഴം കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പഴമൊക്കെ മേടിച്ചു. പിന്നെ അത് കൂടാണ്ട് അതായത് മീൻ അവിടെ നിന്ന് മേടിച്ച മീനൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. വെള്ള ആവോലി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവോലി വെച്ചിട്ടുള്ള മീൻ കറി ചെയ്തിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്യണത്, പിന്നെ ബിരിയാണി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് നല്ലൊരു അസൽ മുട്ട പണി കിട്ടി. ഞങ്ങൾ ഫുഡ് പോയ്സൺ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഫുഡ് പോയ്സൺ ആയിരുന്നില്ല. ഈ സ്റ്റൊമക്ക് ഫ്ലൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പനി, വയറിളക്കം, ഛർദിൽ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര വയറുവേദനയും ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പിടിച്ചു കേട്ടോ. എന്നിട്ട് അപ്പോൾ ആദ്യം ഫുഡ് പോയ്സണാണെന്ന് വിചാരിച്ചു, പിന്നീട് ഭയങ്കര പ്രശ്നമായപ്പോഴാണ് മനസ്സിലാവണത് കേട്ടോ. പക്ഷേ എന്തോ പെട്ടെന്ന് തന്നെ മാറിപ്പോയി. അത് കണ്ടില്ലേ, അയ്മക്കൂട്ടിന് അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഈ ഡ്രിപ്പ് ഇട്ട് കിടത്തുമല്ലോ, അങ്ങനെ കിടത്തിയായിരുന്നു. പക്ഷേ അവർ ഇട്ടത് മാറിപ്പോയി. അങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ കുറച്ച് നീര് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക, പിറ്റത്തെ ഒരാഴ്ചത്തേക്കുള്ള പണി നമുക്ക് കിട്ടിയിട്ടോ. ഒരു യാത്ര പോയിട്ട് വന്നിട്ട് പിറ്റത്തെ ഒരാഴ്ച കൊളായി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഒരു ചെറിയൊരു ഇതിനകത്ത് അതങ്ങോട്ട് ഒതുങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ചെറിയതായിട്ടൊരു അസുഖമൊക്കെ വന്ന് അങ്ങനെ ഇവിടെ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തിരുവനന്തപുരം വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ